മലപ്പുറം പാണക്കാടുണ്ടായ മണ്ണിടിച്ചിലിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുകയാണ്. റോഡിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചതുകൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായിരിക്കുന്നത്. നോക്കൂ, പൂർണ്ണമായും റോഡിലേക്ക് കുത്തിയൊലിച്ച് വന്ന് വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൊട്ടടുത്ത് വരെയും ആളുകൾ ഉണ്ടായിരുന്നു എന്നത് കൂടിയാണ്. ഇത് ഘട്ടം ഘട്ടമായി ഇടിയുന്നത് കൊണ്ട് അവിടെ ഇങ്ങനെ മണ്ണിടിയുന്നു എന്ന് കേട്ട് അവിടേക്ക് എത്തിയ ആളുകൾ കൂടി ഉണ്ടായിരുന്നു. റോഡിന്റെ കൈവരി തകർത്തുകൊണ്ട് അത്രയും ഫോഴ്സിൽ നോക്കൂ, ഒരു തെങ്ങൊക്കെ മറിഞ്ഞു വീഴണമെങ്കിൽ എത്രത്തോളം വലിയ ശക്തിയിലാണ് വന്ന് വീഴുന്നത് എന്നുള്ളത്. മണ്ണ്, വെള്ളം, ഇതൊക്കെ എത്രത്തോളം അപകടകരം ആണ് എന്നതുകൂടി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ്. ഒരു വലിയ അലർച്ചയോട് കൂടിയാണ് മണ്ണ് വന്ന് വീഴുന്നത് എന്നത് നമ്മൾ ഓർക്കണം. മുബഷിർ പി അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷിർ, ഈ മണ്ണ് അടർന്നു വരുന്നതിന്റെ ആദ്യത്തെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് എത്ര വലിയ തോതിലാണെന്നുള്ളത്. പക്ഷെ റോഡിലേക്ക് വന്ന് വീഴുന്നതിന്റെ ഫോഴ്സ് ഞെട്ടിക്കുന്നതാണ്. മുബഷിർ, അതെ മധു, അതിന്റെ ഭീകരത തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അവിടെ കൂടി നിന്നിരുന്ന ജനങ്ങൾ അവർ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പല രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ആ ദൃശ്യങ്ങൾ കൃത്യമായിട്ടും അടിവരയിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി ഇവിടെ നിന്ന് പങ്കുവെക്കുന്നുണ്ട്. ഈ മണ്ണിടിച്ചിലുണ്ടായ പാണക്കാട് ഭാഗം, അതായത് ഈ പാത കടന്നുപോയി ഏകദേശം 100 മീറ്റർ അപ്പുറത്താണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. അതിന്റെ തൊട്ട് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ജനവാസ മേഖലകളിൽ വലിയ അപകട ഭീഷണി നിലനിൽക്കുന്നു. മണ്ണിടിച്ചിലുണ്ടായതിന് തൊട്ടു പിന്നാലെ ഈ വീടിന്റെ മുൻവശത്തേക്ക് ഉൾപ്പെടെ മണ്ണിടിഞ്ഞിറങ്ങിയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ദൃശ്യങ്ങളിൽ ഉണ്ണിത്തൂർ പകർത്തുന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇത് ഒരു റോഡിന്റെ മറുവശത്ത് നിന്നും മണ്ണിടിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഈ വീടിന്റെ മുറ്റത്തേക്ക് ഇടിച്ചു വീണിരിക്കുന്ന കാഴ്ച. ഇവിടെ ഈ സൈക്കിളിന്റെ മുകളിലോട്ട് മണ്ണ് പതിച്ചു വീണിട്ടുണ്ട്. ഈ വീട്ടുകാർ ഈ സമയത്ത് വീടിനുള്ളിലുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തൊട്ടപ്പുറത്ത് ചില വീടുകൾക്കൊക്കെ തന്നെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തെ ചെടികളൊക്കെ തന്നെ നശിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ശക്തിയായിട്ട് മണ്ണിടിഞ്ഞ് വന്നിരുന്നെങ്കിൽ ഈ വീട് തകർന്നു പോകുമായിരുന്നു. ആ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും ഈ മേഖലയിൽ ഉണ്ടെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണിത്. മണ്ണ് മുകൾ ഭാഗത്ത്, അതായത് എടൈപ്പാലത്തെ 8:47 ആദ്യഘട്ടത്തിൽ മണ്ണിടിച്ചിലുണ്ടായി. തുടർന്ന് 9:28 അതിഭീകരമായ മണ്ണിടിച്ചിലുണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് സമീപ പ്രദേശത്തെ ജനവാസ മേഖലകളിലേക്കും സമാന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഈ വീടുകളിലെ ആളുകളെയാണ് അല്പസമയം മുമ്പ് നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപകട ഭീഷണി അതിപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ വെല്ലുവിളിയാണ് ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ഈ മേഖലയിലുള്ളത്. കാരണം ഇത് ഉയർന്ന പ്രദേശമാണ്. ഞാനിപ്പോൾ നടന്നു വരുന്ന ഈ പാതയ്ക്ക് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഏകദേശം 50-ലധികം വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനിയും മണ്ണിടിച്ചിലുണ്ടായാൽ ആ വീടുകളിലേക്ക് മണ്ണ് ഒലിച്ചിറങ്ങും.